ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു നോമ്പ് വന്നപ്പോൾ പണ്ടത്തെ ഒരു നോമ്പ് വിശേഷം പറയണമെന്ന് തോന്നിയ കാരണം അതിവിടെ പറയുകയാണ്. അപ്പോ വീഡിയോ ഒന്നിനെ കുറിച്ചല്ല, ചട്ടി നോമ്പിനെ കുറിച്ചാണ്. ചട്ടി നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. വീട്ടിൽ നോമ്പുണ്ടാവും, പക്ഷെ പുറത്തിറങ്ങിയ നോമ്പില്ലാത്ത അവസ്ഥയാണ് ചട്ടി നോമ്പ്. അപ്പോൾ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പോകുമ്പോ വീട്ടിൽ നോമ്പുണ്ടാവും, പക്ഷെ കോളേജിലെത്തിയ നോമ്പുണ്ടാവില്ല. ഞാൻ മാത്രമല്ല, അതിന്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരൊക്കെ ആരൊക്കെ എന്ന് പറഞ്ഞാൽ, ഒന്നിന്റെ മെയിൻ കൂട്ടുകാരുണ്ട്, ബഡാ ദോസ്ത് ഷെഫീഖ്. ഞാൻ കാലത്ത് ഓനക്ക് വിളിക്കും, കോളേജിൽ പോവല്ലേ ചോദിച്ച് വിളിച്ചാ ഓനില്ല എന്ന് പറഞ്ഞാൽ ഞാനും പോവില്ല. പിന്നെ ഷാഹുല്, തബ്ഷീർ, ദീപക്, മുഷ്താഖ്, പ്രണവ്, ഫവാസ്, അങ്ങനെ കുറച്ച് കൂട്ടുകാര്. ഞങ്ങളെല്ലാരും കൂടിയിട്ട് എവിടെ പോവുക നോമ്പിന്? എടപ്പാള അങ്ങനെ എല്ലാ ഹോട്ടലിലും തുറക്കൂല. ഫുഡ് കിട്ടുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാല് നമ്മളെ മലബാർ ബിരിയാണി സെന്റർ ഉണ്ടല്ലോ, അത് പണ്ട് നമ്മളുടെ കുറ്റിപ്പുറ റോഡിന് മൈജിയുടെ താഴത്തായിരുന്നു. ഇപ്പൊ അത് അവിടുന്ന് മാറ്റിയിട്ട് കുറ്റിപ്പുറ റോഡിന് തന്നെ നമ്മുടെ മൈജി കഴിഞ്ഞിട്ട് റോഡ് ഉള്ളിലേക്ക് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ ലൊക്കേഷനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കുക. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം അവിടെ സൊറ പറഞ്ഞിരിക്കും. അതിനുശേഷം എനിക്ക് 2 മണിക്ക്, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സേവന എടപ്പാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 മണിക്ക് അവിടെ ജോയിൻ ചെയ്യണം. 2 to 8 ഡ്യൂട്ടി. അപ്പൊ 2 മണി വരെ അവിടെ കഥ പറഞ്ഞിരിക്കും. ഷെഫീഖ് ആണെന്നുണ്ടെങ്കിൽ ഷെഫീഖിന് പൊന്നാനിയിൽ ഒരു ക്ലോത്തിങ് സെന്ററിലായിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവൻ ഒരു 1:30 പോകും. ഷാഹുലാണെന്നുണ്ടെങ്കിൽ ഷാഹുൽ കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും, പിന്നെ അതിന് ശേഷം അവനും പോവും. അപ്പോ കോളേജിൽ പഠിക്കുമ്പോഴുള്ള നോമ്പ് വിശേഷം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചട്ടി നോമ്പ്. ഇനി അഥവാ അന്ന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആഷിഖ്, മജീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കന്മാരോട് എണ്ണ അടിക്കാനാണെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കും. ആ പൈസ ആയിട്ട് പോയിട്ട് ബിരിയാണി കഴിക്കും. ഇതൊക്കെയായിരുന്നു ചട്ടി നോമ്പ് വിശേഷം. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.